2 ദിവസത്തെ സമാധാനത്തിന് ശേഷം വീണ്ടും ആക്രമണം തുടർന്ന ഇറാൻ. അമേരിക്ക-ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ നാളെ തുടങ്ങാനിരിക്കെയാണ് ആക്രമണം. യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് എണ്ണി കണക്ക് ചോദിക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി പ്രതികരിച്ചു. അമേരിക്ക-ഇറാൻ സ്ഥിരം വെടിനിർത്തൽ ചർച്ചകൾക്ക് നാളെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ തുടക്കമാകും. യുദ്ധത്തിൽ വിജയിച്ചത് ഇറാനെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള മുസ്തഫ ഖമനേയി പ്രതികരിച്ചു. യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ഈടാക്കുമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും ഖമനേയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ ഇറാൻ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും ഖമേനി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട നിലപാടുകൾ നിർണായക മാറ്റം വരുത്തും. ഇറാന്റെ നയതന്ത്രത്തിലെ നിർണായകമായ ഒരു പുതിയ അധ്യായമാണെന്നും ഖമേനി കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവും തന്റെ പിതാവുമായ അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്നുള്ള കാര്യവും അദ്ദേഹം ആവർത്തിച്ചു. രാജ്യം ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവകാശങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഇറാൻ നിലപാടിനെ വിമർശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തു വന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണ കടന്നുപോകാൻ അനുവദിക്കുന്ന കാര്യത്തിൽ ഇറാൻ മോശമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു. നമ്മൾ തമ്മിലുള്ള കരാർ ഇതല്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇപ്പോഴും വെല്ലുവിളികൾ നേരിടുന്നു. വെടിനിർത്തൽ വ്യവസ്ഥകൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിലൂടെ പ്രതിദിനം 15 കപ്പലുകളെ മാത്രമേ കടന്നുപോകാൻ അനുവദിക്കൂ എന്നാണ് ഇറാന്റെ നിലപാട്. ലെബനൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കപ്പൽ ഗതാഗതം അനുവദിക്കില്ലെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ നിർണായക ചർച്ചകൾക്കായി ഇറാൻ പ്രതിനിധി സംഘം ഇസ്ലാമാബാദിലെത്തി. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ യൂറോപ്യൻ സഖ്യകക്ഷികളുടെ സഹായം നാറ്റോ തേടി. ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നാറ്റോ സെക്രട്ടറി സഖ്യകക്ഷികൾക്ക് നിർദ്ദേശം നൽകിയത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.